പോലെ വളർന്നിട്ടും കുട്ടികളെ മാറാത്ത ചങ്കുകൾ നിങ്ങൾക്കുണ്ടോ? എങ്കിലൊന്ന് സൂക്ഷിച്ചോട്ടോ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന മൂവിയുടെ പേരാണ് ഡോളി. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ആദ്യമായിട്ടല്ല രണ്ടാമതായിട്ടാണേലും മൂന്നാമതായിട്ടാണെങ്കിലും എത്രാമതായിട്ടാണേലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെ. സോ മൂവി ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ്റ് ചെയ്തേക്കെ. ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഒരു സ്ത്രീ അവളൊരു റൂമിലേക്ക് കയറി വരുവാണ്. ആ റൂമിനെ കുറിച്ച് പറയുവാണെങ്കിൽ ധാരാളം പാവകൾ അവിടെ ഇരിപ്പുണ്ട്. ആ റൂമിൽ ഒരു കൊച്ചു പെൺകുട്ടി കിടപ്പുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൾക്ക് തലയില്ല. ഇവളെ നോക്കി ഈ സ്ത്രീ അലറി കരയുകയാണ്. ഇവിടുന്ന് സീൻ കട്ട് ചെയ്താ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയാണ്. ഇവളുടെ പേര് മെയ്സി എന്നാണ്. മെയ്സി ആ കാറിലിരുന്ന് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് എന്തൊക്കെയോ പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് ആ പെൺകുട്ടിയെ അവളുടെ അച്ഛൻ ചെയ്സ് അവളുടെ ആന്റിയുടെ വീട്ടിൽ ഏൽപ്പിക്കുവാണ്. അതായത് മെയ്സി നമ്മുടെ ഈ ചെയ്സിന്റെ ഗേൾ ഫ്രണ്ട് ആണ്. ചെയ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ അവനൊരു സിംഗിൾ ഫാദർ ആണ്. ഇവർ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്തേക്ക് പോവാണ്, അതായത് മെയ്സിയും ചെയ്സും കൂടെ. അതുകൊണ്ട് അയാളുടെ മോളെ ആ ആന്റിയുടെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടാണ് ഇവർ പോകുന്നത്. ഇവർ രണ്ടുപേരും കൂടെ ഒരു പ്രോജക്ട് ട്രിപ്പിനായിട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ ചെയ്സിന് മെയ്സിയെ പ്രപ്പോസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അവൻ കുറച്ച് നെർവസ് ആണ്. ഇപ്പുറത്തെ വശത്ത് നമ്മുടെ മെയ്സി അവളുടെ കൂട്ടുകാരിയുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ കോളിൽ അവൾ പറയുന്നുണ്ട് അവൾക്ക് ചെയ്സിനെ കല്യാണം കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ അയാളുടെ മോക്ക് അവൾ നല്ലൊരു സ്റ്റെപ്പ് മദർ ആകുമെന്ന് അവൾക്കൊരു ഉറപ്പുമില്ല എന്ന്. പിന്നെ നമ്മൾ കാണുന്നത് ഈ മെയ്സിയും ചെയ്സും കൂടെ ആൾതാമസമില്ലാത്ത ഒരു വാലിയിലേക്ക് ഹൈക്കിങ്ങിനായി പോകുന്നതാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ആ അമ്മച്ചിയാണ്. ആ അമ്മച്ചി ആ കൊച്ചു പെൺകുട്ടിയില്ലേ, അവളുടെ തലയില്ലാത്ത ശരീരം മടിയിൽ വെച്ച് താലോലിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഒരു കത്രിക എടുത്ത് ആ കുട്ടിയുടെ വിരലുകളൊക്കെ അങ്ങ് മുറിച്ചു മാറ്റുവാണ്. ഇവരെന്ത് ഒരു സൈക്കോ തള്ളയാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോവും. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ മെയ്സിയും ചെയ്സും കൂടെ ആ കാട്ടിലൂടെ നടന്നു പോകുന്നതാണ്. അവിടുന്ന് സീൻ കട്ട് ചെയ്താ നമ്മുടെ മറ്റേ സൈക്കോ തള്ളയില്ലേ, അവരിങ്ങോട്ട് വന്ന് ആ കുട്ടിയുടെ ശരീരവുമായിട്ട് ആ കാട്ടിലൂടെ നടന്നു വരുന്നുണ്ട്. അവരൊരു സ്പോട്ടിലെത്തുന്നു. ആ സ്പോട്ടിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ നിറച്ചും പാവകളാണ്. എന്നിട്ട് ആ കുട്ടിയുടെ മൃതദേഹം ഇവർ അതിലേക്ക് വലിച്ചെറിയുവാണ്. പിന്നെ നമ്മൾ കാണുന്നത് കാട്ടിലൂടെ നടക്കുന്ന മെയ്സിയുടെയും ചെയ്സിന്റെയും ആ ഒരു ഇരുവശങ്ങളിലുമായിട്ട് ഉള്ള മരങ്ങളിലും അവിടെയും ഇവിടെയും എല്ലാം കുറെ പാവകളെ ഇവർ കാണുന്നതാണ്. ഇതിനിടയ്ക്ക് തന്നെ നമ്മുടെ മെയ്സി ഈ എന്ത് കിടന്ന് കിട്ടിയാലും എടുത്തുകൊണ്ട് പോകുന്ന കുറച്ച് കൂട്ടുകാരെ നമുക്ക് കാണത്തില്ലേ, അതുപോലെ തന്നെ അവിടുന്ന് രണ്ട് പാവ എടുത്തിട്ട് പറയുവാണ് ഇത് നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാം. അതായത് ചെയ്സിന്റെ ഡോക്ടറിന് കൊടുക്കാമെന്നാണ് ഇവൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പാവയൊക്കെ കൊണ്ട് നമ്മുടെ ചെയ്സിന്റെ മകൾക്ക് കൊടുക്കുവാണെങ്കിൽ അവൾക്ക് കൂടുതൽ സന്തോഷമാകും. ഇതൊക്കെ കേൾക്കുന്ന ചെയ്സ് പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു ബാഡ് ഫീൽ അടിക്കുന്നു, നമുക്ക് ഏതായാലും ഈ സ്ഥലത്തു നിന്ന് പെട്ടെന്ന് തന്നെ പോകാം എന്ന്. പിന്നീട് മെയ്സിയും ചെയ്സും കൂടെ അവരുടെ ഹൈക്കിംഗ് സ്പോട്ടിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർ അവിടെ നിന്ന് കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന ടൈമിലാണ് ആ ഒരു പാവയുടെ ഒരു ശബ്ദം ഇവർ കേൾക്കുന്നത്. ഇത് കേട്ടപാടെ ചെയ്സ് ആ സൗണ്ട് എവിടെ നിന്ന് വരുന്നതാന്ന് അന്വേഷിച്ച് മുന്നോട്ട് നടക്കുവാണ്. അവിടെ ധാരാളം പാവകളെ ഇവന് കാണാൻ സാധിക്കും. പോകും തോറും പാവകളുടെ എണ്ണം കൂടിക്കൂടി വരുവാണ്. കുറെ പോയി കഴിയുമ്പോൾ ദേ നിൽക്കുന്നു വലിയൊരു പാവ. ഇത് പാവയല്ല, നമ്മൾ നേരത്തെ കണ്ട ആ സ്ത്രീയില്ലേ, അവരാണ്. അവരുടെ പേര് ഡോളി എന്നാണ്. ചെയ്സ് അപ്പോൾ ഓർക്കുന്നത് ഇവർക്ക് എന്തോ പ്രശ്നം ഉള്ളതായിട്ടാണ്. സോ ചെയ്സ് ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരുടെ തോളി പോയി കൈയിടുമ്പരെ ദേ അവർ തിരിയുന്നു. ഇവരുടെ മുഖവും രൂപവും എല്ലാം കണ്ട് ചെയ്സ് ആകെ പേടിച്ചു പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ തള്ള ഇവിടെ കിടന്നിട്ട് എന്തൊക്കെയോ തരത്തിലുള്ള കുട്ടികൾ ഉണ്ടാക്കുന്ന പോലത്തെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുവാണ്. ഇവർക്ക് ഒരു പിരിപോയ കേസാന്നാണ് എനിക്ക് തോന്നുന്നത്. ചെയ്സ് അവരെ സമാധാനിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ പെട്ടെന്ന് തന്നെ ആ തള്ള അവരുടെ സകല ആരോഗ്യം എടുത്ത് ചേസിന്റെ കുത്തിന് പിടിച്ചങ്ങ് പൊക്കുവാണ്. ചേസിന് ശ്വാസം എടുക്കാൻ നല്ല പാടുപെടുന്നത് കണ്ടവര് അവനെ നിലത്തേക്ക് വലിച്ചെറിയുവാണ്. എന്നിട്ട് എന്തോ സാധനം എടുത്തോണ്ട് വന്ന് അവന്റെ തൊടയില്ലേ, ആ തൊടയിലേക്ക് അങ്ങ് കുത്തിയിറക്കുവാണ്. വേദന കൊണ്ട് ചേസ് അലറി കരയുന്നുണ്ട്. പിന്നീട് അവര് ഒന്ന് തുള്ളിച്ചാടി പുറകോട്ട് പോയിട്ട് വീണ്ടും മുന്നോട്ട് വന്ന ആ സാധനം അവന്റെ മുഖത്തിന് നേരെ വെച്ചിട്ട് അവന്റെ താടി രണ്ടാക്കുകയാണ്. ചേസ് അവിടെ കിടന്ന് അലറി കാറുന്നുമുണ്ട്. ഇവിടുന്ന് സീൻ കട്ട് ചെയ്താൽ നമ്മൾ കാണുന്നത് കാട്ടിലൂടെ നടക്കുന്ന മെയ്സിയാണ്. മെയ്സി ചേസിനെയും തേടി നടക്കുവാണ്. അവൾക്ക് ഒരിടത്തും അവനെ കാണാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് ആ ഒരു ശബ്ദം വരുന്ന ഏരിയയിലേക്ക് അവളും വരുവാണ്. അവിടെ നിറച്ച് പാവകളാണ്. ആ പാവകളുടെ ഒരു കൂട്ടത്തിനിടയിൽ തന്നെ തലയില്ലാത്തൊരു ശരീരം അവൾ കാണുന്നുണ്ട്. അവൾ പെട്ടെന്ന് പേടിച്ചു പോകുന്നു. അവൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും ദേ നിൽക്കുന്നു നമ്മുടെ തള്ള. തള്ളയുടെ കയ്യിലാണെങ്കിൽ മറ്റേ അവനെ കൊന്ന സാധനമില്ലേ, അതുകൊണ്ട് അതിൽ നിറയെ ബ്ലഡും ഉണ്ട്. എന്നിട്ട് ഡോളി പതി അവളുടെ മുഖം തിരിയുന്നുണ്ട്. ഇവളുടെ മുഖം തിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ മെയ്സിയും തിരിക്കുന്നുണ്ട്. അപ്പൊ ദാ നോക്കുമ്പം അവളുടെ പ്രിയതമനായ
ചേസിനെ അവിടെ ക്രൂരമായി കൊല ചെയ്ത് ഇട്ടിരിക്കുന്നു. ഇത് കാണുന്ന മെയ്സിക്ക് വളരെ വിഷമവും പേടിയും എല്ലാം ആവുന്നുണ്ട്. അവൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. പുറകെ വിടുവോ ഡോളിയും അവളുടെ ആയുധമായിട്ട്. മെയ്സി ആ കാട്ടിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ട് അവൾ അവളുടെ ബാഗിനകത്തുനിന്ന്, അതായത് ചേസിന്റെ ബാഗിനകത്തുനിന്ന് ഒരു കത്തി എടുക്കുന്നുണ്ട്. ആ കത്തി എടുത്ത് അവൾ പോക്കറ്റിൽ വെക്കുന്ന കൂട്ടത്തിൽ തന്നെ അതിനകത്തുനിന്ന് നമുക്കൊരു റിങ് കിട്ടുന്നുണ്ട്. അപ്പൊ അവൾക്കൊരു കാര്യം മനസ്സിലായി, അതായത് ചേസ് അവളെ പ്രപ്പോസ് ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന്. തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും ദേ നിൽക്കുന്നു ഡോളി. ഡോളിയെ കാണുന്ന നമ്മുടെ മെയ്സി ഭയങ്കര വേഗത്തില് ജീവനും കൊണ്ട് ഓടുവാണ്. ഡോളി വിടുവോ അവള് പുറകെ. ഒരു സ്ഥലത്തെത്തുമ്പോൾ മെയ്സി തന്നെ വീഴുന്നുണ്ട്. ആ വീഴുന്ന കൂട്ടത്തിൽ അവളുടെ ബോധവും പോകുന്നുണ്ട്. അവൾ വീണ്ടും ഉണരുമ്പോൾ ഡോളി അവിടെ തന്നെ നിപ്പുണ്ട്. ഡോളി ഇവളെ ഉപദ്രവിക്കുന്നുണ്ട്. ഡോളി ഇവളുടെ മുഖത്തിനിട്ട് ആഞ്ഞടിക്കുന്നുണ്ട്. പിന്നെ ഇവർ രണ്ടും കൂടെ കിടന്ന് നല്ലൊരു പിടുത്തമാണ് പിടിക്കുന്നത്. അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ നമ്മുടെ മെയ്സി ഡോളിയെ ആ കത്തി ഉപയോഗിച്ച് കുത്തുന്നുണ്ട്. ഡോളിയാണെങ്കിൽ വിടുവോ ഇവളുടെ കുത്തിനും പിടിച്ച് ഇങ്ങനെ പൊക്കി നിർത്തുന്നുണ്ട്. ഒരു നേരം എത്തുമ്പോഴത്തേനും ഇവളുടെ ആ ബോധം കംപ്ലീറ്റ് ആയിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ഡോളി ഇവളെ തൂക്കി പിടിച്ചുകൊണ്ട് എങ്ങോട്ടോ പോവാണ്. ഇവര് വേറെ എങ്ങോട്ടോ അല്ല ഇവളെ കൊണ്ടുപോകുന്നത്, ആ ഒരു വീട്ടിലേക്കാണ്. നമ്മുടെ മെയ്സിയുടെ ബോധം ഉണരുമ്പം അവൾ കാണുന്നത് നേരത്തെ കണ്ട ആ കുട്ടിയുടെ റൂമില്ലേ, അവിടെ തന്നെ ഇവളും കിടക്കുന്നതാണ്. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താന്ന് വെച്ചാൽ ഇവളുടെ ഡ്രസ്സ്, ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഈ ഡോളി കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു കൊച്ചു പെൺകുട്ടി ഇടുന്ന രീതിയിലുള്ള ഫ്രോക്കാണ് ഇവളെ ഇട്ടിരിക്കുന്നത്. ഇവൾ ആ ഡോറിന്റെ അടുത്ത് പോയിട്ട് അത് തുറന്നിറങ്ങാൻ നോക്കുന്നുണ്ടെങ്കിലും അത് ലോക്കാന്ന് ഇവക്ക് മനസ്സിലാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഒരു ഭിത്തിയുടെ അപ്പുറത്ത് നിന്നും ഒരാളുടെ ഒച്ച ഇവക്ക് കേൾക്കാം. അപ്പൊ ഇവക്ക് മനസ്സിലാവുന്നുണ്ട് വേറൊരാളും കൂടെ ഇവിടെ ട്രാപ്പായി കിടപ്പുണ്ടെന്ന്. അയാൾ ഇവളോട് പറയുന്നുണ്ട്, നീ ആ കീവ് അതെങ്ങനെയും കിട്ടുമോന്ന് നോക്ക്. എന്നിട്ട് ആ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, അതായത് ഡോളിക്ക് ഗെയിമുകളൊക്കെ അവളായി തന്നെ കളിക്കാനായിട്ടാണ് ഇഷ്ടമെന്ന്. ഇത് മെയ്സിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ മെയ്സി കേൾക്കുന്നത് ആ കാലടി ഒച്ചകളാണ്, അതായത് ഡോളിയുടെ കാലടി ഒച്ചകൾ. മെയ്സി പെട്ടെന്ന് പോയി ഒരു സ്ഥലത്ത് പാതിരിക്കുന്നുണ്ട്. ഡോറ് തുറക്കുന്നുണ്ടെങ്കിലും ആരും അകത്തോട്ട് കയറി വരുന്നില്ല. അവൾ ആരെയും കാണുന്നുമില്ല. മെയ്സി ചോദിക്കുന്നുണ്ട്, ഡോളി നിനക്ക് എന്താണ് വേണ്ടതെന്ന്. പെട്ടെന്ന് തന്നെ ഒരു പാവയും വെച്ചുള്ള ഒരു ട്രോളി അങ്ങോട്ട് ഉരുണ്ട് വരുന്നുണ്ട്. ഇത് കാണുന്ന മെയ്സിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്, അതായത് ഡോളിക്ക് ഇവളുടെ കൂടെ കളിക്കുകയാണ് ആവശ്യം. ഇവൾ ആ കാർട്ട് തിരിച്ചു തള്ളിക്കൊടുക്കുന്നുണ്ട്. പിന്നീട് വീണ്ടും ആ കാർട്ട് ഇവക്ക് നേരെ തന്നെ വരുന്നുണ്ട്. പക്ഷെ ഈ സമയം ഇവൾ നന്നായിട്ട് പേടിക്കുന്നുണ്ട്. കാരണം ആ പാവയുടെ മുഖം ആകെ ക്രൂരമായിട്ട് എന്തോ ചെയ്ത രീതിയിൽ വിരൂപമാക്കി വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഡോളി അവളുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്, കൊച്ചുകുട്ടികളെ പോലെ. മെയ്സി ആണെങ്കിൽ പാവം പേടിച്ച് അവിടെ ഇരുന്ന് മൂത്രം ഒഴിക്കുക വരെ ചെയ്യുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കുന്ന ഡോളി ഇവള് മൂത്രം ഒഴിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ ഇവളെ എടുത്തോണ്ട് ഒരു ടേബിളിൽ കൊണ്ട് കിടത്തുന്നുണ്ട്. എന്നിട്ട് ഒരു ഡയപ്പറും അതുപോലെ തന്നെ കുട്ടികൾ കരയുമ്പോൾ നമ്മൾ വായി വെച്ചു കൊടുക്കുന്ന ഒരു സംഭവം ഇല്ലേ, അതും എടുത്തോണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ഇവളുടെ വായിക്കകത്തോട്ട് അത് കുത്തി കയറ്റുന്നുണ്ട്. എന്നിട്ട് ഇവള് പറയുന്നുണ്ട്, എനിക്ക് ഇതിനൊന്നും ആവശ്യമില്ല, എനിക്ക് ഈ ഡയപ്പറിന്റെയോ ഇതിനൊന്നും ആവശ്യമില്ലെന്ന്. പക്ഷെ ഡോളി എവിടെ കേൾക്കാനായിട്ട്. ഡോളി ഇതെല്ലാം ചെയ്തോണ്ട് മുന്നോട്ട് പോവാണ്. ഇവിടുന്ന് സീൻ കട്ട് ചെയ്താൽ നമ്മൾ കാണുന്നത് ചേസിനെയാണ്. അവൻ മരണപ്പെട്ടിട്ടില്ല, പക്ഷെ അവന് ക്രൂരമായ രീതിയിലുള്ള മർദ്ദനം ഏറ്റിട്ടുണ്ട്. അവൻ നന്നായിട്ട് ഇഞ്ചേർഡ് ആണ്. പക്ഷെ അവന് എന്ത് ചെയ്താലും എഴുന്നേറ്റ് നടക്കാൻ നോക്കുന്നുണ്ട്. അവൻ താഴേക്ക് വീഴുന്നുമുണ്ട്. ഇവിടുന്ന് സീൻ കട്ട് ചെയ്താൽ നമ്മൾ കാണുന്നത് ഈ ഡോളിയില്ലേ, മെയ്സി എടുത്ത് കൊച്ചു കുട്ടികളെ നമ്മൾ എടുത്തോണ്ട് വരില്ലേ, അങ്ങനെ എടുത്തോണ്ട് വന്നിട്ട് ഒരു കസേര കൊണ്ടിരുത്തുന്നതാണ്. എന്നിട്ട് നമ്മളുടെ ഈ മെയ്സിയുടെ ശരീരത്ത് ഡോളി ഉണ്ടാക്കിയ മുറിവുകളൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ഫസ്റ്റ് എയ്ഡ് വെച്ച് കൊടുക്കുന്നു. ഈ സമയത്താണ് മെയ്സി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, അതായത് ചേസ് ഇവക്ക് കൊടുക്കാന്ന് പറഞ്ഞ ആ ഒരു റിംഗ് ഇല്ലേ, അത് ഡോളിയുടെ കിടക്കുന്നു. അത് തിരിച്ചു തരാൻ അവൾ ചോദിക്കുന്നു. അപ്പൊ വേണ്ട ചെപ്പക്കിട്ട് വീണ്ടും ഒരു വടി. ഈ ഒരു ടൈമില് ഇവളെ പിടിച്ച്, അതായത് നമ്മുടെ മെയ്സി തള്ളുന്നുണ്ട്. ഈ ടൈമില് ഇവളുടെ കത്തി, ഇവൾ കുത്തിയ കത്തിയില്ലേ ഡോളിയുടെ ശരീരത്ത്, ആ കത്തി കൂടുതൽ ആഴത്തിലേക്ക് അവളുടെ ആ ഡോളിയുടെ ശരീരത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ മെയ്സി ഈ കത്തി വലിച്ചൂരുന്നുണ്ട്. ബ്ലഡ് അവിടെ എല്ലാം ചീറ്റി വീഴാൻ തുടങ്ങുന്നു. വേദന എടുത്ത് ഡോളി താഴെ വീഴുമ്പോഴത്തേനും നമ്മുടെ മെയ്സി ആ കസേരയിൽ നിന്ന് ഇറങ്ങി ഓടുവാണ്. ജീവനും കൊണ്ട് അവള് ഓടുവാണ്. പക്ഷെ ഡോളി വിടുവോ, അവള് പിന്നെയും ഇവളെ വലിച്ചെടുത്ത് നിലത്തോട്ട് അടിക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇവളെ ടേബിളിൽ കൊണ്ട് കിടത്തിയിട്ട് ക്രൂരമായിട്ട് ഇവളെ അങ്ങ് അടിക്കുവാണ്. ഈ ടൈമിൽ തന്നെ മറ്റൊരിടത്ത് നമ്മുടെ പാവൻ ചേസ്, അവന് നടക്കാൻ കഴിയില്ല. പക്ഷെ അവൻ എഴിഞ്ഞു പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ തന്നെ നമ്മുടെ ഡോളി മെയ്സിക്ക് എന്തോ വൃത്തികെട്ട ആഹാരം ഉണ്ടാക്കി അവളെ കഴിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മെയ്സി അത് കഴിക്കുന്നില്ല. അതോടൊപ്പം തന്നെ അവൾക്ക് പാല് കൊടുക്കാനായിട്ട് നോക്കുമ്പോഴും അവൾ സമ്മതിക്കുന്നില്ല. ഇതൊന്നും സമ്മതിക്കാതെ വരുമ്പോഴത്തേനും ഇവൾ അവളെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മെയ്സി വിടുവോ, അവൾ ഒറ്റ കടിയാണ്. ഡോളി വേദന കൊണ്ട് നിലത്തേക്ക് വീഴുവാണ്. ഈ ടൈമില് മെയ്സി ഇറങ്ങി വീണ്ടും ഓടുവാണ്. ഡോളി ഇട്ട് കൊടുത്ത ഡയപ്പറൊക്കെ ഊരിക്കളഞ്ഞ് ഓടുന്ന മെയ്സി പെട്ടെന്ന് തന്നെ അവിടെ നിൽക്കുവാണ്. അവൾക്ക് വീണ്ടും ആ ശബ്ദം കേൾക്കാം, അതായത് അവൾ പൂട്ടിയിരിക്കുന്ന ആ മനുഷ്യൻ പറയുന്നുണ്ട്, അതായത് ഇവനെ രക്ഷപ്പെടാനുള്ള ആ കീ ബേസ്മെന്റിൽ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട് എന്ന്.
അയാളെയും രക്ഷിക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെ മെയ്സിയ ബേസ്മെന്റിലേക്ക് വരുവാണ്. അവിടെ എത്തുമ്പോൾ അവൾ കാണുന്നത് മറ്റേ കുട്ടിയുടെ ആ വിരലുകളൊക്കെ മുറിച്ചില്ലേ, അതാണ്. ഈ ടൈമിൽ ഡോളിക്ക് അവളുടെ ബോധം ലഭിക്കുന്നുണ്ട്. ഡോളി മെയ്സിയെ അന്വേഷിച്ച് അവിടെ മൊത്തം കിടന്ന് തെരയുവാണ്. ഈ ടൈമിൽ നമ്മുടെ മെയ്സി ഒരു കതകിന്റെ പുറകിൽ പോയിട്ട് ഒരു കത്രികയായിട്ട് പാതയപ്പുണ്ട്. ഡോളിയാണെങ്കിൽ മെയ്സി നീ എവിടെയാന്നുള്ള രീതിയിൽ അവളിങ്ങനെ തപ്പി വന്ന് ആ ബെഡ് പിടിച്ച് ഒരു തള്ളു തള്ളുമ്പോ തന്നെ നമ്മുടെ മെയ്സി ഇവളുടെ പുറത്തേക്ക് ചാടിക്കേറി അവളെ കുത്തുന്നുണ്ട്. എന്നിട്ട് അവൾ അവിടുന്ന് രക്ഷപ്പെടുന്നതിന് പകരം അയാൾ പറഞ്ഞില്ലേ, അതായത് ബേസ്മെന്റിലെ കീ ഉള്ള കാര്യം, ആ ബേസ്മെന്റിലേക്ക് അവൾ പോവാണ്. ആ ബേസ്മെന്റിലാകട്ടെ പാവകള് നിരന്ന് കിടക്കുവാണ്. ഒരു പെൺകുട്ടിയുടെ തലയുമുണ്ട്. ഒരുപക്ഷെ നമ്മൾ ആദ്യം കണ്ട ആ പെൺകുട്ടിയുടേതായിരിക്കും. ആ കുട്ടിയുടെ തലയുടെ ആ കഴുത്തിന്റെ ഭാഗത്തായിട്ട് ആ കീ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ തന്നെ അവിടെ ഡോളി എത്തിയിട്ട് നമ്മുടെ മെയ്സിയെ പിടിച്ചുകൊണ്ട് വീണ്ടും ആ കട്ടിലേക്ക് ഇടുവാണ്. പക്ഷെ ഇത്തവണ അവൾ ശിക്ഷ കുറച്ച് കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മെയ്സിയുടെ ചെവിയിൽ അത് അവൾ അറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, നമ്മുടെ മെയ്സി വേദന കൊണ്ട് അലറിക്കറിയുമ്പോൾ പറയുന്നുണ്ട് നീ എന്റെ മടിയിൽ വന്നിരിക്കാനായിട്ട്. പക്ഷെ മെയ്സി ആദ്യം ഇതൊന്നും സമ്മതിക്കുന്നില്ല. പിന്നെ അവൾ നോക്കുമ്പോൾ ഈ ഡോളിയുടെ കഴുത്തിന്റെ ഭാഗത്തായിട്ട് ആ കീ ആ താക്കോലിൽ കിടക്കുന്നതായിട്ട് ഇവൾ കാണും. സോ ഇവള് പതിയെ പോയിട്ട് ഇവളുടെ മടിയിലിരിക്കും. ഈ ഡോളി പച്ചയ്ക്ക് ഇവളെ മടിയിലിരുത്തി തന്നെ അവളുടെ ചെവിയില്ലേ, ഇവള് പറിച്ചെടുത്ത ആ ചെവി അത് തുന്നി വെക്കുന്നുണ്ട്. ഇനി നേരം വെളുത്തു കഴിഞ്ഞുള്ള സീനാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ഈ ഒരു ടൈമിൽ നമ്മുടെ ചേസ് ആ ഫോറസ്റ്റിലൂടെ എഴഞ്ഞു നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവൻ എഴഞ്ഞ് ഇതുവരെ തീർന്നിട്ടില്ല. ഇനി ഇവിടുന്ന് സീൻ കട്ട് ചെയ്താൽ നമ്മുടെ ഡോളിയുടെ മടി കിടന്ന് ഉറങ്ങുന്ന മെയ്സിയാണ് കാണിക്കുന്നത്. മെയ്സി ഉറക്കത്തിൽ നിന്ന് ഉണരുന്നുണ്ട്. ഡോളിയുടെ ആ കഴുത്തിന്റെ ഭാഗത്തുള്ള ആ ഒരു കീസില്ലേ, അത് അവൾ എടുത്തിട്ട് ആ റൂമിലേക്ക് പോവുകയാണ്. ആ റൂമിലേക്ക് പോകുമ്പോഴത്തേനും അവിടെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല, മുഴുവൻ ഇരുട്ടാണ്. അപ്പൊ അവിടെയുള്ള ആ ആണിന്റെ ശബ്ദം പറയുന്നുണ്ട് അവിടെ ഒരു ഫ്ലാഷ് ലൈറ്റ് ഇപ്പുണ്ട്, അത് എടുത്തിട്ട് വാ. ഇവിടെ നോക്കുമ്പോഴത്തേനും ഒരാളെ നമ്മുടെ ഡോളി ബന്ധനത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അതായത് ചങ്ങലയൊക്കെ ഇട്ട് പൂട്ടിയ ഒരു സ്റ്റേജില്ലേ, ആ രീതിയിൽ. മെയ്സി എന്നിട്ട് അയാളുടെ കയ്യിൽ തന്നെ ആ കീ കൊടുക്കുവാണ്. അയാൾ തന്നെ അത് തുറന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ട് മെയ്സി ആ റൂമിലേക്ക് നോക്കുമ്പം അവിടെ ഒരുപാട് ഗാർബേജ്, അതുപോലെ തന്നെ കുറെ ബ്ലഡ്, ഇങ്ങനത്തെ കാര്യമൊക്കെ കാണാം. ആ കൂട്ടത്തിൽ തന്നെ മറ്റൊരാൾ മരിച്ചു കിടക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ഇയാൾ പറയുന്നുണ്ട് അത് ഇയാളുടെ ബ്രദർ ആണെന്ന്. അതുപോലെ തന്നെ ഡോളി ഇയാളുടെ മുന്നിൽ വെച്ച് തന്നെ അയാളെ കൊന്നുവെന്നും. പക്ഷെ വളരെ പെട്ടെന്നായിരുന്നു അത്. അയാളില്ലേ അവൻ അവൻ നമ്മുടെ മെയ്സിയുടെ കുത്തിരി കറിയങ്ങ് പിടിക്കുകയാണ്. എന്റെ മെയ്സിയെ തൂക്കിയെടുത്തോണ്ട് അവൻ താഴോട്ട് വരുന്നുണ്ട്. എന്തോ പറയുന്നുണ്ട്, ഡോളി നീങ്ങി വാ, ഇല്ലെങ്കിൽ ഇവളെ ഞാൻ എത്ര വിളിച്ചിട്ട് പക്ഷെ ഡോളി വരുന്നില്ല. ഡോളി ഇങ്ങനെ വരാതിരിക്കുന്നത് കാണുന്ന ഇവൻ നമ്മുടെ മെയ്സിയുടെ ഫേസില്ലേ അതങ്ങ് കീറുവാണ്. മെയ്സി വളരെ വേദനയോട് കൂടി തന്നെ വളരെ ശബ്ദത്തോടു കൂടി തന്നെ അലറി കരയുവാണ്. ഈ ടൈമിൽ ഡോളി ഇങ്ങോട്ട് വരുന്നു. എന്നിട്ട് നമ്മുടെ ഇയാൾ ചോദിക്കുന്നുണ്ട്, മെയ്സിയെ നിനക്ക് വിട്ടു തരണമെങ്കിൽ നീ എന്നെ മെയിൻ ഡോർ കാണിച്ചു തരണമെന്ന്. അങ്ങനെ ഡോളി മെയിൻ ഡോർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടുന്ന് പോകാതെ ഇയാള് ഡോളിയെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇയാൾ ഡോളിയുടെ ബ്രദറാണ്. ഇവർ അമ്മ മരിച്ചതിന് ശേഷം ഡോളി ഇയാളെ തടവിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇതൊക്കെ കാണുന്ന മെയ്സി വളരെ ദേഷ്യത്തോടെ ഇയാൾക്ക് ടർണം കൊടുക്കുന്നുണ്ട്. ഇയാൾ ഇവക്ക് നേരെ തിരിയുമ്പോ പുറകിൽ നിന്ന് ഡോളി എന്നിട്ട് ഇയാളെ അങ്ങ് തീർക്കുന്നുണ്ട്. പിന്നീട് മെയ്സിയെ തൂക്കിയെടുത്തുകൊണ്ട് ആ റൂമിൽ തന്നെ കൊണ്ടുവരുന്ന ഡോളിയാണ്. ഇത് എത്രാമത്തെ വട്ടമാണല്ലേ ഈ ഓടിപ്പോകും റൂമിലേക്ക് തൂക്കിയെടുത്ത് കൊണ്ടുവരും. ഓ, ഞാൻ തന്നെ കണ്ടുപിടുത്തു. ഇനി ഇവിടെ ഡോളി കിടന്ന അവളുടെ ദേഷ്യം അങ്ങ് തീർക്കാണ്. അവളെല്ലാം വാരി വലിച്ചിടുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ മെയ്സി ഇറങ്ങി രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോൾ ഡോളി അവളുടെ കുത്തിന് പിടിച്ച് അവളെ കൊങ്ങാക്കി പിടിക്കുവാണ്. എന്നിട്ട് അവൾക്ക് ശ്വാസം കിട്ടാതെ അവൾ കിടന്ന് പെടയുവാണ്. ഇവള് തീരെ വന്നൊരവസ്ഥ വന്നപ്പോഴത്തേനും ഇവള് നമ്മുടെ ഡോളി കയറി മമ്മി എന്ന് വിളിക്കുവാണ്. അവൾ കൂടുതലായിട്ട് മമ്മി മമ്മി എന്ന് വിളിക്കുമ്പോൾ ഡോളിയുടെ ആ ഒരു റിയാക്ഷൻ അങ്ങ് മാറുന്നുണ്ട്. അവൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവൾ കൂടുതൽ നിശബ്ദമാവുകയാണ്, അവൾ ശാന്തമാവുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ മെയ്സി ഡോളിയോട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്ന്. എന്നിട്ട് ഇവള് പതിയെ ആ ഡോറിന്റെ ഭാഗത്തോട്ട് പോകുമ്പോഴത്തേനും ഡോളി ഇവക്ക് നേരെ ഓടി വരുന്നുണ്ട്. ഇവള് മാറുമ്പോഴത്തേനും ഡോളി അതെല്ലാം തകർത്ത് അതിനകത്തേക്ക് വീഴുവാണ്. ഇപ്പോഴാണ് ചേസ് ഈ വീടിന് ഫ്രണ്ടിൽ എത്തുന്നത്. എന്നിട്ട് അവൻ മെയ്സി മെയ്സി എന്ന് അവളുടെ പേര് വിളിക്കുന്നുണ്ട്. ചേസിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഒന്നും നോക്കാതെ തന്നെ മെയ്സി അവിടുത്തെ ആ വിൻഡോ ഒക്കെ തകർത്ത് താഴോട്ട് ചാടുന്നുണ്ട്. എന്നിട്ട് വളരെ ദൈന്യതയോട് കൂടി തന്നെ ഇവന്റെ അടുക്കിലേക്ക് ഇവളെ എറിഞ്ഞു പോകുന്നുണ്ട്. ഈ ടൈമിൽ ഇവർ രക്ഷപ്പെടാനായിട്ട് നിൽക്കുമ്പോൾ ഡോളി അവളുടെ ആയുധമായിട്ട് ഇവർക്ക് നേരെ വരുവാണ്. ചേസ് മെയ്സിയെ രക്ഷിക്കാനായിട്ട് ഡോളിയുമായി ഒരു മൽപ്പിടുത്തത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഈ ടൈമിൽ ഡോളി അവനെ ക്രൂരമായിട്ട് അവന്റെ വാ കീറി തന്നെ അവനെ കൊല്ലുവാണ്. ഇതെല്ലാം മെയ്സിയുടെ മുന്നിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. മെയ്സി അവിടെ നിന്നുള്ള ജീവനും കൊണ്ട് ഓടുവാണ്. ഈ ടൈമിലൊക്കെ ചേസിന്റെ ഓർമ്മകളും ആ പാവുകളും എല്ലാം ഇവളുടെ മനസ്സിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഡോളി ഇവളെ പിടിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മെയ്സി ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. അവള് നന്നായിട്ട് ഇവക്കെതിരെ പോരാടുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മെയ്സി മുന്നോട്ട് ഓടുമ്പോഴത്തേനും നേരത്തെ കണ്ട ആ ഒരു പാവകളൊക്കെ ഉള്ള ആ സ്ഥലമില്ലേ, അവിടെ തന്നെ ഇവൾ എത്തുവാണ്. നേരത്തെ ആ ഡെഡ് ബോഡി കളഞ്ഞ ആ സ്ഥലമില്ലേ, അവിടെ ഇവള് വന്ന് വീഴുവാണ്. ഡോളി അങ്ങോട്ട് വന്ന് മെയ്സിയെ ഉപദ്രവിക്കാനായിട്ട് നന്നായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ മെയ്സി പെട്ടെന്ന് തന്നെ അവിടെ കിടന്ന ഡെഡ് ബോഡിയല്ലേ അത് അവൾക്ക് ഷീൽഡായിട്ട് യൂസ് ചെയ്യുവാണ്.
ഈ ഡോളി ഇവളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ആയുധം ഇപ്പൊ പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തോട്ട് വലിച്ചെറിയുവാണ്. എന്നിട്ട് അവിടേക്ക് വരുവാണ്. ഈ അടിക്കിടയിൽ തന്നെ നമ്മുടെ മേസി ഡോളിയുടെ ആ ഒരു മാസ്ക് ഇല്ലേ അത് ഊരി മാറ്റുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇവള് ആ ഒരു കുഴിക്കകത്താണ്, അതായത് നേരത്തെ ഡെഡ് ബോഡി കളഞ്ഞ ആ കുഴിക്കകത്ത് ഇപ്പൊ ഡോളി ആ ഒരു സാധനമില്ലേ അവളുടെ ആയുധം അത് വലിച്ചെറിയുന്നുണ്ട്. അത് വലിച്ചെറിഞ്ഞിട്ട് ഇവൾ ആ കുഴിയിലേക്ക് ഇറങ്ങുവാണ്. ആ കുഴിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഈ ഡോളിക്ക് നേരെ ആ ബോഡി എറിഞ്ഞിട്ട് നമ്മുടെ മേസി ആ ഒരു കുഴിയിൽ നിന്ന് കയറി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുവാണ്. ഈ ടൈമിൽ ഡോളി ഇവളെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഡോളിയുടെ തന്നെ ആയുധം എടുത്ത് മേസി ഡോളിക്കോട്ട് നല്ല രണ്ടെണ്ണം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മേസി ആ കുഴിയിലേക്ക് ചാടിയിട്ട് അവളുടെ ആ റിങ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ടൈമിൽ ഡോളി അവളുടെ കൈ കയറി ആഞ്ഞു പിടിക്കുന്നുണ്ട്. മേസി വിടുവോ, നല്ല ചവിട്ട് കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. ഓടി വരുന്ന വഴിക്ക് അവളൊരു പോലീസുകാരനെ കാണുന്നുണ്ട്. അവൾ ഇവനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവൾ ഓടിപ്പോയ കാറിനകത്ത് കയറി ഇരിക്കുവാണ്. ഇപ്പൊ തന്നെ ഈ പോലീസുകാരൻ മറ്റു സ്റ്റേഷനിൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈമിലാണ് ഇവൾ ശ്രദ്ധിക്കുന്നത്, അതായത് ഡോളി അവളുടെ ആയുധമായിട്ട് ഇവർക്ക് നേരെ നടന്നു വരുന്നത്. ഇവിടെ പോലീസുകാരനോട് കാര്യം പറയുന്നുണ്ടെങ്കിലും അയാൾ ശ്രദ്ധിക്കുന്നില്ല. അയാൾ ഡോളിയുടെ കൈകൊണ്ട് തന്നെ തീരുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഡോളിയുടെ നെക്സ്റ്റ് ടാർഗറ്റ് നമ്മുടെ മേസിയാണ്. അവൾ അവിടെ കിടന്ന് കുറെ കുട്ടിക്കളിയൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇവളെ പേടിപ്പിക്കാനായിട്ട് ആ ഒരു പോലീസുകാരന്റെ തലയൊക്കെ എടുത്ത് അവിടെ ഇങ്ങനെ വെച്ച് കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മേസി വളരെ പേടിയോട് കൂടി തന്നെ ആ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി നിന്ന് കാർ ഓടിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഡോളി ആവട്ടെ അവളുടെ ആയുധം യൂസ് ചെയ്ത കാറിന്റെ ചില്ലെല്ലാം അടിച്ച് തകർക്കുന്നുമുണ്ട്. മേസി ഡോളിയും ഇടിച്ച് കാറുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ഇവള് തിരിച്ചിറങ്ങി വന്ന അവളുടെ ആ റിംഗ് ഇല്ലേ അതെടുക്കുന്നുണ്ട്, ചേസ് ഇവക്ക് കൊടുക്കാൻ വെച്ച ആ റിങ്. എന്നിട്ട് പിന്നെ ഇവള് കാറും ഓടിച്ച് മുന്നോട്ട് പോവാണ് വലിയ ചിരിയോടുകൂടി തന്നെ. അതായത് ഇവള് ഡോളിയെ അതിജീവിച്ചു എന്ന രീതിയിൽ തന്നെ. ഇത് കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ മൂവി. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ ഇഫ് വിഷസ് കുഡ് കില്ലിന്റെ ആ ഒരു ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറെ കമന്റ്സ് ഒന്നും മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു. നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും, പക്ഷേ എന്നെ കൊണ്ട് ഇത്രേ ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ ഞാൻ ആ വീഡിയോ ഇടാൻ വേണ്ടി തന്നെ കാരണമുള്ളത് ഇടയ്ക്കത്തെ എപ്പിസോഡ്സ് മിസ് അയക്കുന്നവർക്ക് വേണ്ടിയാണ്. സോ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവുമല്ലോ. അല്ലാതെ ആദ്യമായിട്ട് കയറുന്ന ഒരാളെ സംബന്ധിച്ച് ഇതൊക്കെ എത്ര കേട്ടാലും മനസ്സിലാവില്ല. കാരണം ഇതൊന്നാമത് ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എന്ന് പറഞ്ഞൊരു സ്റ്റോറി ആട്ടോ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ രാത്രി ഉറങ്ങാനൊക്കെ കിടക്കുമ്പോൾ അല്ലേ എൻ്റെ ഈ ആ ഒരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് കിടന്നുറങ്ങിക്കോ. ഒരു മുത്തശ്ശി കഥ കേൾക്കുന്ന പോലെ കേട്ട് കിടന്നുറങ്ങാം. ഞാൻ വെറുതെ പറഞ്ഞാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇഷ്യൂസ് ഒക്കെ മാറുവാണെങ്കിൽ ഞാൻ ആ വീഡിയോ എൻ്റെ ഡിവൈസിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ വീണ്ടും റീപോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിവേ, ടേക്ക് കെയർ, ബൈ ബൈ. മസ്റ്റ് ടേക്ക് ദ പ്ലേ ബോയുടെ എപ്പിസോഡ് 2 ഇന്ന് വൈകിട്ടേക്കാവേ.